ആ ടിവിയുടെ വോളിയൊന്ന് കൂട്ടുകാരാ, ന്യൂസ് തുടങ്ങാറായി. എന്തുട്ട് ന്യൂസ്? ലവ് ജിഹാദ് പ്രമേയമാക്കിയ കേരള സ്റ്റോറിക്ക് ദേശീയ പുരസ്കാരം. ഒന്നല്ല 2 അവാർഡുകൾ. ആലോചിക്കേ, ഇവിടെ സി കേരളത്തിലും ഏഷ്യാനെറ്റിലും ഒക്കെ വരുന്ന സീരിയലുകളിലുണ്ട് ഇതിലും മികച്ച ഛായാഗ്രഹണം. അയാളെ ജൂറി ചെയർമാൻ എന്നല്ല വിളിക്കേണ്ടത്. കേരള സ്റ്റോറിക്ക് എന്തിനു കൊടുക്കണം ബെസ്റ്റ് ഡയറക്ഷൻ അവാർഡും ബെസ്റ്റ് സിനിമാറ്റോഗ്രഫി അവാർഡും? അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇപ്പൊ എങ്ങനെ ഒന്ന് പറഞ്ഞു കൊടുത്തേ. കലയും സാഹിത്യവുമായി അത്ര ബന്ധം പോരല്ലേ? എന്റെ അഭിനയത്തിൽ വീണു. ഗ്രാമീണ കലാമേളയ്ക്ക് ബെസ്റ്റ് ആക്ടർ ആയത് ചുമ്മാതല്ലോ. എടാ, എന്തുമാത്രം സിനിമകൾ ഇറങ്ങിയടാ. ഇന്നത്തെ ഒരു പ്രൊപ്പഗാൻഡ ചവറ് പടത്തിന്, ചവർന്ന് തന്നെ ഞാൻ പറയുന്നതിന്. എവനാള് കൊള്ളാവല്ലടാ. ഇതിന്റെ ഡയറക്ഷൻ നല്ലതാ. എന്താന്നടാ നീയൊക്കെ ഏത്? എനിക്ക് നാഷണൽ അവാർഡ് ജൂറി ആവാൻ കൊടുത്ത പടം കേരള സ്റ്റോറിക്ക് ബെസ്റ്റ് ഡയറക്ഷൻ ഏത് ബകയിലടാ അത്? അയാളെ ജൂറി ചെയർമാൻ എന്നല്ല വിളിക്കേണ്ടത്. ആട് ജീവിതം പോരെന്ന്. ആട് ജീവിതത്തിൽ അഭിനയമൊക്കെ ഭയങ്കരമായിട്ട് ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നിന്ന്. ഞെട്ടിക്കുന്ന കാര്യങ്ങളില്ലേ പറയുന്നത്? നിന്നെ പോലുള്ള വിവരദോഷികളും അല്പന്മാരുമാണ് സിനിമയുടെ യഥാർത്ഥ പ്രതിസന്ധി. ജോർ അങ്ങനെ വരട്ടെ. എനിക്ക് ഇപ്പൊ എന്നോട് കുറച്ച് മതിപ്പൊക്കെ തോന്നുന്നുണ്ട്.